Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024-ൽ നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എങ്കിലും തീരുന്നില്ല, ഇനിയും ഒരുപാട് സെഷൻസ് വരാനുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ്സിലെ 5 ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ പാർട്ട് എയിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ് 5 ചോദ്യങ്ങൾ. മിനിമം 4 ചോദ്യങ്ങൾ, 5ഉം 6ഉം ചോദ്യങ്ങൾ വരെ ചോദിച്ച സമയമുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ഒരു 16 to 24 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ജനറൽ അവയർനെസ്. എന്ന് വെച്ചാൽ അതിന്റെ ടോപ്പിക് അല്ലെ സബ്ജക്ട്സ് അതിന്റെ കീഴിൽ വരുന്ന സിലബസ് മൊത്തം പഠിച്ചു പോകാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്നതിലൂടെ, ആ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിലൊരു വലിയ ശതമാനം ചോദ്യങ്ങളും ഏകദേശം ആൻസർ ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. സോ എന്തായാലും സെഷൻ മൊത്തമായി കാണുക. ഷോർട്ട് സെഷൻ ആയിരിക്കും, എങ്കിലും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. സെഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ സെഷൻസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് വ്യത്യസ്ത PYQ സെഷൻസ് ഒക്കെ കാണുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ സെഷൻ എയർ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കാനും സാധിക്കുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, ദ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ജാനുവരി 2023 വാസ്. അപ്പൊ ഈ ചോദ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് കറന്റ് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യമാണ്. ആൻഡ് ഈ ചോദ്യം കണ്ടാൽ നിങ്ങൾ അടുത്ത എക്സാമിന് മുമ്പ് എന്ത് ശ്രദ്ധിക്കും? 2024-ല് പരീക്ഷ നടക്കുന്നതിന് മുമ്പായിട്ട്, കാരണം അപ്പോഴേക്കും ഒരു പക്ഷെ മാറാനും സാധ്യതയുണ്ട്. ബിക്കോസ് കറന്റ് RBI ഗവർണർ 2018-ൽ കയറിയതാണ്. 2023-24 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങേണ്ട സമയം ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ 2024-ൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ എന്തായാലും എന്ത് നോക്കണം? റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്നുള്ളത് നോക്കണം. അപ്പൊ ഒരു പേര് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിച്ചേക്കും. ശശികാന്ത് ദാസ് ആണോ, അർജിത് പട്ടേൽ ആണോ, D സുബ്ബറാവു ആണോ, രഘുറാം രാജൻ ആണോ? ഇതിൽ കറക്റ്റ് ആൻസർ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവർ ഉദ്ദേശിച്ച പേര് അവർ റോങ് ആയിട്ടാണ് ഇവിടെ സ്പെല്ല് ചെയ്തിരിക്കുന്നത്. അതായത് ഉദ്ദേശിച്ച പേരിന്റെ സ്പെല്ലിംഗ് അല്ല, പേര് തന്നെ അതിലൂടെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. സോ 2013 to 16 എന്ന് പറയുന്നത് രഘുറാം രാജന്റെ ടൈം ആയിരുന്നു. അത് കഴിഞ്ഞ് 2016 to 18 എന്ന് പറയുന്നത് മിസ്റ്റർ അർജിത് പട്ടേലിന്റെ ടൈമാണ്. ഇനി അത് കഴിഞ്ഞ് RBI ഗവർണർ ആയ വ്യക്തിയാണ് നിലവിലും RBI ഗവർണർ. ആൻഡ് ഹിസ് നെയിം ഈസ് ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അല്ലാതെ ശശികാന്ത ദാസ് എന്നുള്ളതല്ല. ഇനി ഈവൻ ഇഫ് അതായിരിക്കും ഒരു പക്ഷേ ഫുൾ പേര്, പക്ഷെ എല്ലാവരും പത്രത്തിലും അതുപോലെ തന്നെ ഏത് മെറ്റീരിയൽ എടുത്ത് നോക്കിയാലും അതിൽ നിങ്ങൾ ശക്തികാന്ത ദാസിനെ കാണുകയുള്ളൂ. അപ്പൊ എന്തായാലും ഇവർ ഉദ്ദേശിച്ച പേര് വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ശക്തികാന്ത ദാസ് ആണ് RBI ഗവർണർ. നിലവിലും ജാനുവരി 2023-ൽ അദ്ദേഹം തന്നെയാണ്. അപ്പൊ ആ ടൈം ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ടാണ് ബാക്കി 2 RBI ഗവർണേഴ്സിന്റെയും അവർ സെർവ് ചെയ്ത പീരീഡ് ഞാൻ പറഞ്ഞത്. ദ കെമിക്കൽ നെയിം ഓഫ് ലാഫിംഗ് ഗ്യാസ് ഈസ് നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ പെറോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. ലാഫിംഗ് ഗ്യാസ് എന്ന പേരിൽ, അല്ലെങ്കിൽ ഇത് നമ്മുടെ കോമൺ നെയിംസ് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഇപ്പൊ UG+ൽ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കോമൺ നെയിംസ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. അതായത് ഇപ്പം ബേക്കിംഗ് സോൾട്ട്, അതിന് അതിൻ്റെതായുള്ള കെമിക്കൽ നെയിമും ഉണ്ട്, നമ്മൾ പറയുന്ന ബേക്കിംഗ് സോൾട്ട് എന്നുള്ള പേരും ഉണ്ട്. സിമിലർലി ഒരുപാട് കാര്യങ്ങൾക്ക് ഇതുപോലെ നമ്മൾ വിളിക്കുന്ന ഒരു പേരും ഉണ്ട്, അതിന്റെ ആക്ച്വൽ സയന്റിഫിക് നെയിമും ഉണ്ടാവും, അല്ലെ കെമിക്കൽ നെയിമും ഉണ്ടാവും. അപ്പൊ നമ്മൾ പുതിയ പറയുന്ന പേരാണ് ലാഫിംഗ് ഗ്യാസ്. അതിന്റെ കെമിക്കൽ നെയിം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതൊരു കളർലെസ് ഗ്യാസ് ആണ്. ചെറിയ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സ്വീറ്റ് ഒക്കെ ആണെന്നാണ് വായിച്ചറിയാൻ സാധിച്ചത്. ആൻഡ് സെന്റും സ്വീറ്റ് ആണ്, അതുപോലെ ടേസ്റ്റും സ്വീറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ സെന്റ് സ്വീറ്റ് ആണെന്ന് വായിച്ചപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ തോന്നി. എനിവേ അങ്ങനെയാണ് ഡിസ്ക്രിപ്ഷനിലുള്ളത്. അപ്പം ഏതാണ് ഈ ഗ്യാസ്, അല്ലെങ്കിൽ ഗ്യാസിന്റെ ആക്ച്വൽ കെമിക്കൽ നെയിം എന്താണ്? ഇതൊരു അനസ്തെറ്റിക് ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ പർപ്പസുകൾക്കൊക്കെ ആയിട്ട്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് നൈട്രസ് ഓക്സൈഡ്. അപ്പൊ ഇത് ശ്വസിക്കുമ്പോൾ നമുക്ക് ചിരി നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ്, ഒരു പരിധിക്കപ്പുറം നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് അതിന് ലാഫിംഗ് ഗ്യാസ് എന്നുള്ള പേര് വേണത്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇനി ചേരുംപടി ചേർക്കുക. അപ്പം CUET PG സംബന്ധിച്ച് ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ് എന്നുള്ള ഒരു കാര്യം വളരെ കോമൺ ആണ് വെൻ ഇറ്റ് കംസ് ടു GK. അതുപോലെ പാർട്ട് A തന്നെ നിങ്ങൾക്ക് എന്തായാലും ചേരുംപടി ചേർക്കാൻ കാണാം. മാച്ച് ദ ഫോളോയിങ് പാർട്ട് Bയിലും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പാർട്ട് Aയിൽ 2 ചോദ്യങ്ങളൊക്കെ തന്നെ ജനറൽ അവയർനെസ്സിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഈ വട്ടം ചോദിച്ചിരിക്കുന്നത് കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വേദങ്ങളും അതിന്റെ ഉപവേദങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. യജുർവേദ, സാമവേദ, അഥർവവേദ, ഋഗ്വേദ. അപ്പൊ അതിന്റെ ഉപവേദങ്ങൾ ഏതൊക്കെയാണ്? മെഡിസിൻ,
എന്ന ഉപവേദ ഏത് മെയിൻ വേദയുടെ കീഴിൽ വരുന്നുണ്ട്? ആർട്ട് ഓഫ് വാർഫെയർ, ആർട്ട് ആൻഡ് മ്യൂസിക്, ആർക്കിടെക്ചർ. അപ്പൊ ഇത് മെഡിസിൻ എന്ന് പറയുമ്പം ഇതായിരിക്കും ഇതിന്റെ ഒരു കീ എന്ന് പറയുന്നത് ആയുർവേദയാണ്. ആൻഡ് ആയുർവേദ കംസ് അണ്ടർ ഋഗ്വേദ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാതെ ആൻസർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഓപ്ഷൻസ് നോക്കിയാലും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണുള്ളത്. ബിക്കോസ് ആയുർവേദ ഋഗ്വേദ എന്നുള്ളത് കുറച്ച് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈവൻ ദെൻ D1 എന്നുള്ള ഓപ്ഷൻ ഇവിടെ രണ്ടിടത്തുണ്ട്. 2ഉം 3ഉം അങ്ങനെയാണ് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അഥർവവേദ. അഥർവവേദ ആർക്കിടെക്ചർ ആണെന്നുള്ളതും കുറച്ചുകൂടെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതിനായിട്ട് പ്രിപ്പയർഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഇതെല്ലാം പഠിച്ചിട്ട് പരീക്ഷ എഴുതാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് പഠിക്കുന്നതിനായിട്ട് പഠിക്കാന്നല്ലാതെ ഒരു പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടു പോകുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു സിനിമയെ പറയുന്നതായിരിക്കും ഒരു പക്ഷെ, അല്ലെങ്കിൽ ഒരു ന്യൂസിൽ കേൾക്കുന്നതായിരിക്കാം, അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ കേൾക്കുന്നതായിരിക്കാം. ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെവി ഓർത്ത് നോക്കും. എന്താ പറയുന്നത്, ഇതൊന്ന് പരീക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ, അറിഞ്ഞിരുന്നാൽ നല്ലതല്ലേ. സോ ആ ഒരു മിനിറ്റ് മതിയാവും ഒരു പക്ഷെ നിങ്ങളുടെ 4 മാർക്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ. ആൻഡ് ബാക്കി 2 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? യജുർവേദയും സാമവേദയാണ്. അപ്പൊ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൊക്കെ അറിയിക്കാം കേട്ടോ. അതായത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമന്റ്സിലൂടെ അറിയിക്കാം. സോ ഇവിടെ യജുർവേദയുടെ കീഴിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഉപവേദയാണ് ധനുർവേദ എന്ന് പറയും, അഥവാ ആർട്ട് ഓഫ് വാർഫെയർ. ആർച്ചറി എന്നും പറയാറുണ്ട്, പക്ഷെ ഇൻ ജനറൽ ആർട്ട് ഓഫ് വാർഫെയർ ആണ്. അപ്പൊ അത് A2 ആണ് വരുന്നത്. അപ്പൊ ഇനി A2ഉം കൂടെ വരുമ്പോഴേക്ക് ഏതാ ഓപ്ഷൻ നോക്കുക. ഇവിടെ രണ്ടിടത്തും A2 വരുന്നുണ്ട്. ഇനി സാമവേദ ആർട്ട് ആൻഡ് മ്യൂസിക് അതേ ബാക്കിയുള്ളൂ അല്ലെ. ഇവിടെ രണ്ടിടത്തും ഇത് വരുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും വരുന്നുണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും വരുന്നുണ്ട്. അപ്പം ഇതല്ല, ബിക്കോസ് ഇത് രണ്ടും തെറ്റാണ്. ഇതുമല്ല, ഇത് രണ്ടും തെറ്റാണ്. ഹെൻസ് കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ഇത് കുറച്ച് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയാണ്. ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പം എന്തായാലും ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ദ സമ്മർ 2024 സമ്മർ ഒളിമ്പിക് ഗെയിംസ് വിൽ ബി ഹോസ്റ്റഡ് ബൈ. 2022 സമ്മർ ഒളിമ്പിക്സ്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് എന്നുള്ള പേരും അത് പരമാവധി ഈക്വൽ ആയി കണക്കാക്കാൻ നോക്കുമെങ്കിലും വ്യൂവർഷിപ്പ് നോക്കിയാലും വേറെ എന്തൊക്കെ നോക്കിയാലും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്ടിംഗ് ഇവന്റ് ഒളിമ്പിക്സ് തന്നെയായിരിക്കും, ആസ് ഇൻ സമ്മർ ഒളിമ്പിക്സ് തന്നെയായിരിക്കും. അപ്പൊ 2024 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം, അതായത് എവിടെയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളോട് നോക്കാം. 2020 നടക്കേണ്ടിയിരുന്ന സമ്മർ ഒളിമ്പിക്സ് എന്നാണ് നടന്നത്? 2021 നടന്നത്. എവിടെയാണ് നടന്നത്? ടോക്കിയോയിലാണ് നടന്നത്. ഇനി ലോസ് ആഞ്ചലസില് 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നുണ്ട്. റോമിൽ അവസാനമായി നടന്ന ഒളിമ്പിക്സ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960 അതിനുശേഷം നടന്നിട്ടുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കാം കേട്ടോ. 1960 തോന്നുന്നു റോമിൽ, കാരണം അത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഒളിമ്പിക്സ് ആയിരുന്നു ഫോർ മെനി റീസൺസ്. നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി ഒറ്റ ഓപ്ഷനേ ബാക്കിയുള്ളൂ, വിച്ച് ഈസ് പാരീസ് ആൻഡ് ദി റൈറ്റ് ആൻസർ. 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിൽ വെച്ചാണ്. ആൻഡ് ദിസ് കംസ് അണ്ടർ കറന്റ് അഫയേഴ്സ്. ഓക്കെ, ഇത് കറന്റ് അഫയേഴ്സിന് കീഴിൽ വരുന്നൊരു കാര്യമാണ്. ത്രൂ വിച്ച് ഓഫ് ദീസ് സ്ട്രേറ്റ്സ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസസ്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് സ്ട്രേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്? മലേക്ക സ്ട്രേറ്റ്സ്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ബെറിംഗ് സ്ട്രേറ്റ്, ടോറസ് സ്ട്രേറ്റ്. അപ്പൊ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ പലരും ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ECG പോലെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസ് ചെയ്യുക. ആൻഡ് ഈ പറയുന്ന ഡേറ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയും വേർതിരിക്കുന്ന സ്ട്രേറ്റ് ആണ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ്, ഇത് വലിയൊരു ക്ലൂ ആണ്, ഏഷ്യയും നോർത്ത് അമേരിക്കയും വേർതിരിക്കുന്ന സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ബെറിംഗ് സ്ട്രേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തൽക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇനിയും ഒരുപാട് സെഷൻസ് വരാനുണ്ട്. ആ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. CUET 2024 പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കണ്ടന്റും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി അതിലധികം സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, പ്രിപ്പറേഷൻ സംബന്ധിച്ച് ഇനി ഗൈഡൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്യാവുന്നതാണ്. അക്കാഡമിക് കൗൺസിലർ ത്രൂ നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്സ് കാണുകയും അതുപോലെ അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, പാക്കേജിൽ എന്തൊക്കെ ലഭിക്കും, മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത ടെസ്റ്റുകളുണ്ട്, എല്ലാം തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇനി റിവിഷനൊക്കെ സഹായിക്കുന്ന വാല്യൂ ആഡഡ് നോട്ട്സ് പോലുള്ള കാര്യങ്ങളും ഹാപ്പിനെസ് അംബാസഡർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ
നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അതൊക്കെ ലഭിക്കുന്നതിനായിട്ടും അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടും ഒരിക്കൽ കൂടെ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ CUET PG സംശയങ്ങളൊക്കെ തീർക്കുന്നതിനായിട്ട് ഒരു ഫോമും കൊടുത്തിട്ടുണ്ട്. എല്ലാ സൺഡേയും 8 PM നമ്മളൊരു ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. CUET PG യെ പറ്റിയും ടെസ്റ്റിനെ പറ്റി IIT JAM പോലുള്ള പരീക്ഷകളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.